നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവംബറിലും ഡിസംബറിലുമായി നിരവധി ന്യൂനമർദ്ദങ്ങളാണ് അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപപ്പെട്ടത്. എന്നാൽ ഇതൊരു പുതിയ സംഭവമല്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധനായ രാജീവൻ എരിക്കുളം പറയുന്നത്. 2022-ലും 2023-ലുമെല്ലാം ന്യൂനമർദ്ദം കാരണം ദക്ഷിണേന്ത്യയിൽ മഴ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ഡിസംബറിന്റെ തുടക്കത്തിൽ തണുപ്പ് അകന്നു മാറിയിരുന്നു. ഇത് ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം കൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും ഇതേ സമയങ്ങളിൽ ന്യൂനമർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ തിരുനെൽവേലിയിൽ കൂടുതൽ മഴ ലഭിച്ചെങ്കിൽ കഴിഞ്ഞ തവണ തൂത്തുക്കുടിയിലായിരുന്നു. അൻപോട് കേരളം എന്ന പേരിൽ കേരളത്തിൽ നിന്നും പ്രളയ സഹായങ്ങളും എത്തിച്ചിരുന്നതാണ്. ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപാതയനുസരിച്ചാണ് എവിടെ കൂടുതൽ മഴ പെയ്യുന്നുവെന്ന് പറയാനാകുക. ഡിസംബർ 15-ന് ശേഷമാണ് കേരളത്തിൽ തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഇടയ്ക്ക് കുറയുകയും കൂടുകയും ചെയ്തു. മഴ കുറഞ്ഞതോടെ പകൽ ചൂട് കൂടി വരികയാണ്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അറബിക്കടലിൽ എത്തുകയും അവിടെ നിന്ന് വീണ്ടും ബംഗാൾ ഉൾക്കടലിലേക്ക് പോവുകയാണ്. അതിനാൽ കൊല്ലം, തിരുവനന്തപുരം, തമിഴ്നാട് അതിർത്തിയിൽ അന്തരീക്ഷം മേഘാവൃതമാണ്. കേരളത്തിന് ഭീഷണിയില്ലെന്നും കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കേരള സെന്ററിൽ ആദ്യ വനിതാ ഡയറക്ടറായിട്ടുള്ള നീത കെ ഗോപാലും ഇതിനെക്കുറിച്ച് പറഞ്ഞതും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. എല്ലായിടത്തും കാലാവസ്ഥ മാറിയിട്ടുണ്ട്, അല്ലാതെ കേരളത്തിൽ മാത്രം പ്രത്യേകിച്ച് മാറ്റമുണ്ടായിട്ടില്ല. ആഗോള താപനം തന്നെയാണ് ഇതിനൊക്കെ പ്രധാന കാരണമായിട്ട് പറയുന്നത്. മഴ മാത്രമല്ല, കാലാവസ്ഥാ മാറ്റം, ചൂട് കൂടുന്നതും തണുപ്പ് കൂട്ടുന്നതുമെല്ലാം അതിൽപ്പെടും. കഴിഞ്ഞ വർഷം കേരളത്തിൽ ആദ്യമായി ഉഷ്ണതരംഗം പ്രഖ്യാപിക്കേണ്ടി വന്നു. 2018 വരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ചൂട് കൂടുന്നതായാണ് കണക്ക്. അതിനുശേഷം ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. അടുത്ത വേനൽക്കാലത്തും ചൂട് കൂടുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ ഔദ്യോഗികമായി അതിനെപ്പറ്റി പറയാറായിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം മഴ പെയ്യുന്ന സാഹചര്യമാണ് ഇപ്പോൾ. പണ്ടെല്ലാം മൺസൂൺ മഴ എന്നാൽ സ്ഥിരതയുള്ള ചെറിയ മഴയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ മഴയുടെ രീതി മാറി. ഇങ്ങനെ പെയ്യുന്ന മഴ വെള്ളക്കെട്ടിനും മണ്ണൊലിപ്പിനുമെല്ലാം കാരണമാകുന്നു. അതോടൊപ്പം വെള്ളം ഒഴുകിപ്പോകാനോ മണ്ണിലേക്ക് ഊർന്നിറങ്ങാനോ സാഹചര്യമില്ലാത്തതും സാരമായി ബാധിക്കുന്നുണ്ട്. മഴയുടെ അളവ് കൂടിയതിനൊപ്പം ചതുപ്പുകൾ നികത്തുന്നതും ഭൂമിയുടെ അശാസ്ത്രീയ ഉപയോഗവും പര്യാപ്തമല്ലാത്ത ഓടകളും ഇപ്പോഴത്തെ മഴക്കെടുതികൾക്ക് കാരണമാണ്. പെട്ടെന്ന് മഴയുണ്ടാകുന്നത് നമുക്കൊരു ദിവസം മുൻപൊക്കെ പറയാൻ പറ്റൂ. സ്പെയിനിലുണ്ടായ വെള്ളപ്പൊക്കം തന്നെയാണ് ഉദാഹരണം. അത് അവരുടെ പ്രവചനങ്ങൾക്കൊക്കെ അപ്പുറമായിരുന്നു. ജനങ്ങൾ കാലാവസ്ഥാ പ്രവചനങ്ങൾ ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സ്കൂളുകളിലും ചെറിയ രീതിയിലെങ്കിലും കാലാവസ്ഥാ ശാസ്ത്രം പഠിപ്പിക്കുന്നു. പുതിയ തലമുറയ്ക്ക് ഇതിന്റെ ഗൗരവത്തെക്കുറിച്ച് അറിയാം. മാത്രമല്ല, എല്ലാവർക്കും കാലാവസ്ഥ സംബന്ധിച്ച അപ്ഡേറ്റുകൾ ലഭിക്കുന്നുണ്ട്. AMDക്ക് മോസം എന്ന ആപ്പുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിക്ക് സച്ചേത് എന്ന ആപ്പുണ്ട് എന്നാണ് നീത കെ ഗോപാൽ പറഞ്ഞിരിക്കുന്നത്.